Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ആണ് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്. സോ നമ്മൾ ഓരോ സബ്ജക്ട് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സിലബസ് അനാലിസിസ്, സ്മാർട്ട് സ്റ്റഡി ടിപ്സ്, ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സബ്ജക്ട് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 1. ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ്, ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം, ദെൻ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളെ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. തേർഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള ഇൻകം ടാക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്, ഈ 3 സബ്ജക്ട്സിന്റെയും ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോ നമ്മുടെ സബ്ജക്ട് ഇതാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. സോ ഈ ഒരു സബ്ജക്ട് BCOMന് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയുന്നതായിരിക്കും. പല കാര്യങ്ങളും ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അല്ലാത്തവര് ഇപ്പൊ കോർപ്പറേഷനോ അതല്ല ഇപ്പോൾ CA കമ്പ്യൂട്ടർ അപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പുതിയൊരു പേപ്പർ ആയിരിക്കും ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഡിഗ്രീനേക്കാൾ കൂടുതൽ നമുക്ക് ഡെപ്തിൽ പഠിക്കാൻ ഇവിടെ ഉണ്ട്. ആസ് യൂഷ്വൽ 5 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ മൊഡ്യൂൾ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ആദ്യം ബേസിക്സ് ആണ്, ഫൗണ്ടേഷൻ ഓഫ് ഫിനാൻസ്. ദെൻ അതിനുശേഷം സോഴ്സസ് ഓഫ് ലോങ് ടൈം ഫിനാൻസ് ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, അതിനുശേഷം ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ആൻഡ് മൊഡ്യൂൾ നമ്പർ 5 ഡിവിഡൻഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് 5 മൊഡ്യൂൾസിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഇതൊരു പ്രോബ്ലം പേപ്പർ ആണ്, ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് പഠിക്കേണ്ട സബ്ജക്ട്സിൽ ഒന്ന് തന്നെയാണ്. ഓർഡറിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം സ്കോർ ചെയ്യാൻ സാധിക്കില്ല. അത് മാത്രമല്ല നിങ്ങളുടെ സബ്ജക്റ്റ് പഠിച്ച് അവസാനിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പ്രയോറിറ്റൈസേഷൻ ആണ്. എങ്ങനെ ഇത് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാം എന്നുള്ളത് ആദ്യം ഞാനൊന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് ഫിനാൻസിൻ്റെ ബേസിക്സ് ഫസ്റ്റ് മൊഡ്യൂളിലത്തെ നിങ്ങൾക്ക് നോക്കാം. തിയറി ചോദ്യങ്ങളായിട്ട് ഇപ്പോൾ 2 വെയിറ്റേജ് 3 വെയിറ്റേജിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഫിനാൻസ് എന്താണ്, അതിൻ്റെ ഗോൾസ്, ഫങ്ഷൻസ്, ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നോക്കി വെക്കാം, അത്രമാത്രം. അതിനുശേഷം ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏജൻസി പ്രോബ്ലം, അതുപോലെ തന്നെ ടൈം വാല്യൂ ഓഫ് മണി, ഈ ഏരിയാസ് അവിടെ വെക്കുക. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിച്ച് സമയം കളയരുത്. ബിക്കോസ് അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ വളരെ കുറവാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വരാം, അത് നിങ്ങൾ ലാസ്റ്റ് നോക്കിയാൽ മതി. ഈ ഒരു ഏരിയ ഇപ്പോൾ നോക്കിയില്ലെങ്കിലും നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ ബേസിക് തിയറി മാത്രം നോക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ നേരെ പോകേണ്ടത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾ കമ്പൽസറി ആയിട്ട് വരാറുണ്ട്. ചില സമയത്ത് essay ആയിട്ടും ഈ പറയുന്ന വെയിറ്റഡ് WACC കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ചോദ്യം essayക്കും വരാറുണ്ട്. അപ്പോൾ 2 and 3 വെയിറ്റേജിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിലത്തെ ബേസിക് തിയറി പഠിച്ചതിന് ശേഷം നേരെ പോകേണ്ടത് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യലാണ്. അതിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്താൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളതും എക്സാമിന് എന്തായാലും പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള ടോപ്പിക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും, പഠിക്കാൻ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനുള്ള ഒരു താല്പര്യവും വരുന്നുള്ളതാണ്. അതല്ലാണ്ട് ആദ്യം പഠിക്കുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലംസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കഴിയൂല, നമുക്ക് തന്നെ സബ്ജക്റ്റിനോട് ഒരു വെറുപ്പ് തോന്നും. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് വരും വേണം, ഈസി ആവും വേണം, പഠിക്കാൻ നമുക്കൊരു താല്പര്യം നൽകുന്നൊരു ടോപ്പിക്കാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കാൻ അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ, കോസ്റ്റ് ഓഫ് ഡെറ്റ്, പ്രിഫറൻസ്, ഇക്വിറ്റി, റിട്ടേൺ ഏർണിങ്സ്,
പിന്നെ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ WACC ഇത്ര. അപ്പോൾ ഈ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുക. 2 and 3 വെയിറ്റേജിൽ എന്തായാലും പ്രതീക്ഷിക്കാൻ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, തിയറിയും വരാറുണ്ട്. ഓക്കെ, അതാണ് നെക്സ്റ്റ് പഠിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ നേരെ പോകേണ്ടത് മൊഡ്യൂൾ നമ്പർ 4 അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ദെൻ കംഫർട്ടബിൾ ആണ്. ഇക്വേഷൻ പഠിച്ചാൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല നമുക്ക് ഷുവറായിട്ട് പ്രതീക്ഷിക്കാം ചെയ്യാം. 2, 3 അതുപോലെ തന്നെ 5 3 പാർട്ടിലും വരാറുള്ള ഒരു ടോപ്പിക്കാണ് ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. അതിൽ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിനുശേഷം ലിവറേജ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് 4 സെമസ്റ്ററിലും വരുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. ലിവറേജ് അനാലിസിസ് എന്താണ്, ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻ ലിവറേജ് പ്രോബ്ലം വരാറുണ്ട്. EBI TPS അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബട്ട് ലിവറേജ് പഠിച്ചതിന് ശേഷം ഞാൻ സജസ്റ്റ് ചെയ്യുക പിന്നെ നേരെ ഡിവിഡൻഡിലോട്ട് പോകാനാണ്. ഡിവിഡൻഡിലോട്ട് പോകാം. കാരണം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലിവറേജ്, ഡിവിഡൻഡ് ഇത് മൂന്നും കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യും ചെയ്യാം. പഠിക്കുന്നത് വരും വേണം, നമുക്ക് നല്ല ടോപ്പിക്കുകളാവണം. അങ്ങനെയുള്ള ടോപ്പിക്സ് ആണിത്. അപ്പോൾ ലിവറേജ് പഠിച്ചതിന് ശേഷം നേരെ ഡിവിഡൻഡിലോട്ട് കടക്കുക. ഡിവിഡൻഡിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എസ്സേക്ക് പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ അതാണ്. ഡിവിഡൻഡ് പഠിക്കുക, അതിൻ്റെ തിയറിയും പ്രോബ്ലവും പഠിക്കുക. ശരിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡിവിഡൻഡ്. ഡിവിഡൻഡിന്റെ പ്രോബ്ലം വരാറുണ്ട്, തിയറിയും വരാറുണ്ട് എസ്സേക്ക്. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 4 അതിനുശേഷം പഠിച്ച് അവസാനിപ്പിക്കുക. പിന്നെ നിങ്ങൾ എവിടേക്ക് കടക്കാം, ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിൻ്റെ തിയറീസും മറ്റു കാര്യങ്ങളിലോട്ട് അതിനുശേഷം ഈ ഒരു ഏരിയയിലോട്ട് കടക്കാം. ദെൻ പിന്നെ ഫൈനലി നിങ്ങൾ എവിടേക്ക് പോയാൽ മതി, വർക്കിംഗ് ക്യാപിറ്റലിലോട്ട് പോയാൽ മതി. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ ലെങ്തി ആണ്, ഒരുപാട് കവർ ചെയ്യാനുണ്ട്. ബട്ട് അതിൽ നിന്ന് വരുന്ന ഏരിയ എന്താ പറയുക ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ള ടോപ്പിക്സിന്റെ പോലെ ഷുവറായിട്ട് തന്നെ വരുന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ ലിവറേജും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും പഠിച്ചാൽ എന്തായാലും വരും. വർക്കിംഗ് ക്യാപിറ്റലിൽ കുറേ പഠിക്കാനുണ്ട്, ബട്ട് അതിൽ നിന്ന് ചിലപ്പോഴാണ് ചില കാര്യങ്ങൾ വരാം. അതുകൊണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ ലാസ്റ്റ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞത്. സോ അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്താണ്, അതിൻ്റെ പ്രോബ്ലംസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ പറഞ്ഞു ലാസ്റ്റ് നോക്കിയാൽ മതി. മൊഡ്യൂൾ നമ്പർ 3 വരില്ല എന്നല്ല, ബട്ട് കുറേ പഠിച്ച് കുറച്ച് കിട്ടുന്നതിനേക്കാൾ ബെറ്റർ കുറച്ച് പഠിച്ച് അത് തന്നെ വരുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത്. ദെൻ അതിനൊക്കെ ശേഷം ലാസ്റ്റിന് പെൻഡിങ് ഉള്ള മൊഡ്യൂൾ നമ്പർ 1 കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. 70% പ്രോബ്ലം, 30% തിയറിയാണ് വരുന്നത്. അപ്പോൾ തിയറി 2 വെയിറ്റേജിൻ്റെ ഉണ്ടാവും, 3 വെയിറ്റേജിൻ്റെ ചില കാര്യങ്ങൾ ചില ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് വരാറ്. പ്രോബ്ലംസ് എസ്സേക്ക് ആവുമ്പോൾ ചിലപ്പോൾ 2-3 പ്രോബ്ലം വരെ വരാറുണ്ട്, ബാക്കി ഒരു തിയറി. അപ്പോൾ പ്രോബ്ലം നോക്കാണ്ടൊരു നിവൃത്തിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്മാർട്ട് സ്റ്റഡിക്ക് ഏറ്റവും ഫോളോ ചെയ്യേണ്ട ഒരു ടിപ്പാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ഇന്ന് ആലോചിക്കുക, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ കുറേ പഠിച്ച് അവസാനിപ്പിക്കാനുണ്ട്. അതിനുശേഷം ചിലപ്പോൾ പലരും ഇപ്പോൾ സെക്കൻഡ് മൊഡ്യൂളൊക്കെ ഒരുവിധം കഴിഞ്ഞു നിൽക്കുക, തേർഡിലേക്ക് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് കഴിയില്ല. ദെൻ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള ലിവറേജും പിന്നെ ഡിവിഡൻഡും ഒക്കെ അവസാനം അത് പെൻഡിങ് നിൽക്കും. പലരുടെയും കാണുന്നൊരു പരിപാടി, ഓർഡറിൽ പഠിക്കരുത് അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് മറ്റൊരു കാര്യം. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് തിയറിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാം. അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എസ്പെഷ്യലി ഡിവിഡൻഡിൻ്റെ തിയറീസ് ഫോക്കസ് ചെയ്യാം, ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഉണ്ട്, പിന്നെ ലിവറേജിൻ്റെ ഒക്കെ പ്രോബ്ലത്തിൻ്റെ കൂടെ തിയറിയും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിലബസ്. ദെൻ സ്മാർട്ട് സ്റ്റഡി ടിപ്സ് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയ അതുകൂടി മെൻഷൻ ചെയ്ത് പോവാണ്. ഫിനാൻസിന്റെ ബേസിക് തിയറി, ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലിവറേജ്, ഡിവിഡൻഡ്, ഇത്ര മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ് മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടും. അതിനുശേഷം ബാക്കിയുള്ളത് നോക്കിയാൽ മതി. എസ്സേ കിട്ടും, 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ഒക്കെ കിട്ടും. ഓക്കെ, ഹൈ മാർക്സിലോട്ട് പോകാൻ ഞാൻ പറഞ്ഞിട്ടുള്ള മൊത്തം ഏരിയാസ് ഈ ഓർഡറിൽ പഠിച്ചാൽ അതും പോസിബിൾ ആണ്. ഓക്കെ, ഇനി മറ്റൊരു സബ്ജക്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി ടിപ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. ദെൻ അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.